എല്ലാവർക്കും നമസ്കാരം. ലോകത്തെ വളരെയധികം സ്വാധീനിച്ച രണ്ട് മനുഷ്യരെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രണ്ടുപേരും രണ്ട് രാഷ്ട്രങ്ങളിലാണ് ജനിച്ചത്. ഒരാൾ ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്, ഒരാൾ ജർമ്മനിയിലാണ് ജനിച്ചത്. രണ്ട് രാഷ്ട്രങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പൊതു സമാനതകളുണ്ടായിരുന്നു. ഈ രണ്ടുപേരും വിശപ്പിനാൽ വേട്ടയാടപ്പെട്ട മനുഷ്യരാണ്. അവരുടെ കുട്ടിക്കാലം വിശപ്പ് കൊണ്ട് കത്തിയാളുന്ന വയറുമായിട്ടാണ് അവർ തെരുവുകളിൽ അലഞ്ഞു നടന്നത്. ഈ രണ്ട് മനുഷ്യരും ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അനാഥമാക്കപ്പെട്ട അമ്മമാരുടെ മക്കളായിരുന്നു. ഏറെക്കുറെ അപജയപ്പെട്ട സ്ത്രീകൾ എന്ന് ലോകം സ്വന്തം ചുറ്റുപാട് പരിഹസിച്ച രണ്ട് അമ്മമാരുടെ മക്കളുമായിരുന്നു. പക്ഷേ ഈ രണ്ടു പേർക്കും പൊതുവായിട്ട് ഒരു സാമ്യമുണ്ടായിരുന്നു. ഈ രണ്ടു പേരും ലോകത്തെ മാറ്റിമറിക്കണമെന്നും ലോകത്തിൽ നന്മയുണ്ടാക്കണമെന്നും സ്വപ്നം കണ്ടു, ആഗ്രഹിച്ചു. ഈ രണ്ടു പേർ ആരാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ ഹിറ്റ്ലറും ഒരാൾ ചാർലി ചാപ്ലിനുമായിരുന്നു. ഈ രണ്ടു പേർ. ചാർലി ചാപ്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആകെ കൂടി പിതൃസ്വത്തായിട്ട് കിട്ടിയത് ഒരു കോട്ടും ഒരൊറ്റ രൂപ നാണയവുമാണ്. ഒരു നാണയവുമാണ് ആകെ കൂടി കിട്ടിയത്. ചാപ്ലിൻ്റെ അമ്മയെ പിതാവ് ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഈ അമ്മ പിന്നീട് ഒരു ഭ്രാന്തിയായിത്തീരുന്നുണ്ട്. ഭ്രാന്തിയായിത്തീർന്ന ഈ അമ്മ പറഞ്ഞത് എന്താണെങ്കിൽ, ഒരു ചായ എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭ്രാന്തിയാവുകയില്ലായിരുന്നു എന്നാണ്. ഭ്രാന്താസ്പത്രി അടയ്ക്കപ്പെട്ടു, പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. ഈ ചാപ്ലിൻ്റെ അമ്മ മാത്രമല്ല, ചാപ്ലിനും തൻ്റെ കുട്ടിക്കാലത്ത്, ചാപ്ലിൻ്റെ ഒരു ജ്യേഷ്ഠനും തൻ്റെ കുട്ടിക്കാലത്ത് സർക്കാരിൻ്റെ നിർബന്ധിതം എന്ന് പറയാൻ പറ്റില്ല, തൊഴിൽശാലകളിൽ ജോലി ചെയ്തു. കാരണം ഭക്ഷണം കിട്ടാൻ വേണ്ടി മാത്രം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ യാതനാദുർഭരമായിട്ടുള്ള ജോലിയായിരുന്നു ഇത്. അവർക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ദുഃഖഭരിതമായ നാളുകൾ തന്നെയായിരുന്നു അത്. അടുത്തത് ഹിറ്റ്ലറാണ്. ഈ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പിന്നീട് ലോകമൊക്കറിയപ്പെട്ട ഈ വ്യക്തിയുടെ ജീവചരിത്രം എന്തായിരുന്നു അതും സൂചിപ്പിക്കാം. ഈ രണ്ടുപേരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അതിൽ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള വലിയ ഒരു തത്വം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു സാമ്യ വിചാരണ അല്ലെങ്കിൽ ഒരു സാമ്യ വിചാരം നമുക്ക് ഈ എപ്പിസോഡിൽ നടത്തേണ്ടി വരുന്നത്. നമസ്കാരം.